ക്രിക്കറ്റ് മത്സരങ്ങളിൽ മഴ പെയ്യുന്നത് കളിയുടെ റിസൾട്ടിനെ തന്നെ ബാധിക്കാറുണ്ട്. അവസാനമായി രാജസ്ഥാൻ കൊൽക്കത്ത മാച്ചിൽ മഴ പെയ്തു. ഇതോടുകൂടി കളി ഉപേക്ഷിച്ചു. കളി ജയിച്ചെങ്കിൽ രാജസ്ഥാന് രണ്ടാം സ്ഥാനത്ത് എത്താമായിരുന്നു. എന്നാൽ അതിന് സാധിച്ചില്ല. മഴ വില്ലനായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്ലേ ഓഫും ഫൈനലും അതുപോലെയല്ല. കഷ്ടപ്പെട്ടിട്ടാണ് ടീമുകൾ പ്ലേ ഓഫിൽ എത്തിയിരിക്കുന്നത്. മഴ പെയ്ത് കളി ഉപേക്ഷിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്? റിസർവ് ദിനമുണ്ടോ? അതോ IPL പ്ലേ ഓഫിൽ പുതിയ നിയമങ്ങളുണ്ടോ? മഴ പെയ്താൽ ആരായിരിക്കും ഫൈനൽ എത്തുന്നത്? പ്ലേ ഓഫിലെ മഴ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലേ ഓഫിലെ രണ്ടാം മത്സരത്തിൽ RCBയും രാജസ്ഥാനും നേർക്കുനേർ വരികയാണ്. ഈ മാച്ചിൽ മഴ പെയ്താൽ 60 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുക്കും. എന്നിട്ടും മഴ നിന്നില്ലെങ്കിൽ 120 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുക്കും. ഈ ഒരു അവസരത്തിലും മഴ നിന്നിട്ടില്ലെങ്കിൽ പിന്നീട് 5 ഓവറിന്റെ കളിയായിരിക്കും നടക്കാൻ പോകുന്നത്. രണ്ട് ടീമും 5 ഓവർ ബാറ്റ് ചെയ്യും. ഇനി ഈ സമയത്തും മഴ നിന്നിട്ടില്ലെങ്കിൽ സൂപ്പർ ഓവർ ആയിരിക്കും നടക്കാൻ പോകുന്നത്. സൂപ്പർ ഓവറിൽ ജയിക്കുന്നവർ ഫൈനലിലെത്തും. ഇനി ശക്തമായ മഴയാണ്. സൂപ്പർ ഓവറും നടത്താൻ സാധിച്ചില്ലെങ്കിൽ അന്നത്തെ മത്സരം ഉപേക്ഷിക്കും. ഈ മത്സരം അടുത്ത ദിവസം നടത്തും. പ്ലേ ഓഫിൽ റിസർവ് ദിനം ഉണ്ട്. റിസർവ് ദിനത്തിലും മഴ പെയ്താൽ എന്ത് സംഭവിക്കും? ഇതായിരിക്കും ആരാധകർ ആലോചിക്കുന്നത്. റിസർവ് ദിനത്തിലും മഴ പെയ്താൽ പോയിന്റ് ടേബിളിൽ മുൻപന്തിയിലുള്ളവർ ഫൈനലിലെത്തും. ഇപ്പോൾ RCB രാജസ്ഥാൻ മത്സരത്തിൽ മഴ പെയ്താൽ രാജസ്ഥാൻ വിജയിയായി പ്രഖ്യാപിക്കും. കാരണം രാജസ്ഥാൻ ടേബിളിൽ 3-ാം സ്ഥാനത്താണ്. RCB രാജസ്ഥാന് താഴെയാണ്. ഇതാണ് IPL നിയമങ്ങൾ. റിസർവ് ദിനത്തിൽ മഴ പെയ്താൽ രാജസ്ഥാനെ കോളടിച്ചിരിക്കുകയാണ്. പ്ലേ ഓഫിലും ഫൈനലിലും വലിയ രീതിയിൽ മഴ പെയ്യുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.